ബാലേഷേട്ടാ, ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ടായിട്ട് ആരും പറയുന്നത് കേട്ടില്ലല്ലോ. ഈ നാട്ടിൽ തന്നെ എത്രയും അതിസുന്ദരമായ പാർക്ക് ഉണ്ടായി നിങ്ങൾ പറഞ്ഞിട്ടാ ഞാനതറിഞ്ഞ്. ഇതൊക്കെ എന്നുണ്ടല്ലോ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഇവിടെ വൈകുന്നേരമൊക്കെ എവിടുന്നൊക്കെ ആൾക്കാർ വരുന്ന അറിയോ? വൈകുന്നേരം കാറ്റും കൊണ്ടിരിക്കുക എന്ത് സുഖാറ ഇവിടെ. അതേതാ നടി വരുന്നേ? അത് നമ്മുടെ ആർട്ടിസ്റ്റ് അമ്പിളിയിലേക്കാണല്ലോ, സിനിമാ നടി. എക്സ്ക്യൂസ് മീ മാഡം. മാഡം, നിങ്ങളുടെ സിനിമകൾ ഒരുപാട് ഞാൻ കാണാറുണ്ട്. എനിക്ക് കിട്ടുമോ സിനിമയിലൊരു ചാൻസ്? ഏയ്, പഴയ നാടകങ്ങളിലൊക്കെ ഞാനുണ്ട്. നാടകം ഞാൻ കാണാറുണ്ട്. ആ, പിന്നെ ഹരിപ്രാവുകൾ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാനുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല നല്ല പ്രോഗ്രാം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പ്രഭുലാൽ ഗുപ്ത. നടിയൊക്കെ ആയിട്ട് എങ്ങനെ ഭയങ്കര കമ്മീഷൻ അല്ലേ ഞങ്ങൾക്ക്? സെൽഫി ഒക്കെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കി തരുമോ? എടോ, അവരെനിക്ക് കിട്ടൂല. അവർക്ക് ലൊക്കേഷൻ വിളി വന്നിരിക്കുന്നു, അവര് പോയി. നല്ല കാറ്റല്ല, നല്ല സുഖമാണ് വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനേ. എന്നാലും ഇതൊരു അത്ഭുതം തന്നെ. ഇല്ല, നിങ്ങൾ വരാനായില്ല. ഓക്കെ, അതിനെല്ലാരും അങ്ങനെ ആയിട്ട് കാര്യമില്ല. പറഞ്ഞോട്ടല്ലോ പേരൊക്കെ നമുക്ക് അറിയില്ല. പേര് തുടങ്ങി. രുദ്രാക്ഷാണ് ആരും പൊട്ടിപ്പോട്ട. പൂവക്കയിൽ കൊടുക്കണോ? നിങ്ങള് തോർത്തത് പിടിച്ചത് പാർക്കാ. തോർത്തത് അങ്ങനെ ഒന്നും ചെയ്തു. തോർത്തത് കാണരുത്. അപ്പൊ അങ്ങനെ പോയാ ചിറ്റിക്കളി എന്ന് പറയണേ. ചിറ്റിക്കളി എന്ന് പറയുന്നത്